ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള കൊല്ലം ബീച്ചിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വിശാലമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന കൊല്ലം ബീച്ച് അത്ര തന്നെ. എന്നാലും ആളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം. അങ്ങനെ താണ്ടെ അച്ഛനും മോനും നേരെ നടപ്പാണ്, എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ പിന്നെ താണ്ടെ ഞങ്ങൾ കുറച്ച് നേരം നടക്കാമെന്ന് വെച്ചു. അങ്ങനെ നടന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും താണ്ടെ മണലിൽ കളി തുടങ്ങി ചെറുക്കൻ. എന്താണോ എന്തോ, അച്ഛൻ്റെ അല്ലേ മോൻ. അങ്ങനെ പിന്നെയും ഞങ്ങൾ കുറച്ച് നേരം നടക്കാമെന്ന് വെച്ചു. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ നടന്ന് അങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. നടന്ന് പോയപ്പം പിന്നെ അവിടെ ദാണ്ടെ പണി പിന്നെയും തുടങ്ങി മണലിൽ. പിന്നെ അച്ഛനും മോനും ഒരിടത്തിരുന്നു അവിടെ. അങ്ങനെ പിന്നെ ദാണ്ടെ വെജിറ്റബിൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അങ്ങനെ പിന്നെ ബീച്ചിൽ നമ്മൾ എന്തായാലും വന്നാലും കഴിക്കണമല്ലോ. അങ്ങനെ പിന്നെ അതൊക്കെ മേടിച്ചു. അങ്ങനെ പിന്നെ നമ്മളവിടെ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അവനിതൊന്നും വേണ്ട കേട്ടോ. കൊച്ചിറക്കന് ഇതൊന്നും കഴിക്കില്ല. കുരുത്തപ്പിക്കേട്ട് പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ വെജിറ്റബിൾ മേടിച്ചതിനകത്ത് ഇപ്പം കുറച്ച് മണലൊക്കെ വാരിയിടാൻ തോന്നി. അങ്ങനെ പിന്നെ ഞാനത് ചേട്ടനെ ഏൽപ്പിച്ചു. അങ്ങനെ ചേട്ടൻ താണ്ടെ ഒരു സ്പൂൺ എടുത്ത് ചേട്ടൻ കഴിക്കാൻ നോക്കിയപ്പോൾ എന്നെ ഒരു നോട്ടം. അങ്ങനെ പിന്നെ എനിക്കൊരു സ്പൂൺ തന്നു കേട്ടോ. അങ്ങനെ ഞാനും അതൊക്കെ കഴിച്ചിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, അയ്യോ ബാഗിനകത്ത് സ്നാക്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ സ്നാക്സൊക്കെ താണ്ടെ എടുത്ത് പുറത്ത് വെച്ചു. അങ്ങനെ പിന്നെ അതൊക്കെ നമ്മൾ കഴിച്ചു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും താണ്ടെ എൻ്റെ കുസൃതി കുട്ടൻ താണ്ടെ അച്ഛൻ്റെ ദേഹത്ത് മണൽ വാരിയിടാൻ തുടങ്ങി. അങ്ങനെ ചേട്ടൻ എന്നെ നോക്കുകയും ചെയ്തു. അങ്ങനെ പിന്നെ താണ്ടെ അവൻ വീട്ടിൽ നിന്നൊരു കാറൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ പിന്നെ അവിടെ കണ്ട് കിടന്ന് എന്തോ ഒരു സാധനം വെച്ചിട്ട് അവൻ മണൽ കോരി വാരി ഇടുന്നുണ്ടായിരുന്നു കാറിനകത്ത്. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ മൈൻഡ് ചെയ്യുന്നില്ല. എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ ഒന്നും മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല. എന്നിട്ട് ഞാൻ ചൂണ്ടി വരെ കാണിച്ചു കൊടുത്തു. എന്താണ് നീ ഇത് ചെയ്യുന്നത്? എവിടുന്ന്? ഒരു രക്ഷയില്ല. അവൻ പിന്നെയും മണൽ വാരിയിടൽ തുടങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ അവൻ കളിച്ചോട്ടേ എന്ന് വെച്ച് നമ്മളും അങ്ങനെ ഇരുന്നു. പാവം എപ്പോഴും അങ്ങനെ പുറത്തോട്ടൊന്നും പോകാറില്ലല്ലോ. ചേട്ടൻ വരുമ്പോഴാണ് നമ്മൾ ഒന്ന് പുറത്തോട്ടൊക്കെ പോകാറുള്ളത്. എന്ന് വെച്ചാൽ പുറത്തോട്ടൊക്കെ പോകാറുണ്ട് അമ്പലങ്ങളിലൊക്കെ. അങ്ങനെ പിന്നെ ഞാൻ വഴക്കൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അവൻ പിന്നെയും കളി തുടങ്ങി. അങ്ങനെ ചേട്ടൻ്റെ കൈയൊക്കെ പിടിച്ച് താണ്ടെ മണൽ പിന്നെയും കോരി വാരി ഇടാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എന്തോ എവിടെയോ വായി നോക്കി നിൽക്കുന്നു. തന്തയുടെ മോനല്ലേ, അതല്ല അതിനപ്പുറവും കാണിക്കും. സോറി ഗൈസ്. അങ്ങനെ പിന്നെ താണ്ടെ പിന്നെയും അങ്ങനെ അങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. എന്താണോ ആ കളിപ്പാട്ടത്തിലോട്ടാണ് മോൻ മൈൻഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ താണ്ടെ കളിപ്പാട്ടങ്ങൾ ഒക്കെ നോക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും താണ്ടെ പണി പിന്നെയും തുടങ്ങി. അങ്ങനെ പിന്നെ വാരി വാരി വിതറി ഇടുകയായിരുന്നു. എൻ്റെ ദേഹത്ത് മൊത്തവും വീണു. എന്നിട്ടും ഞാൻ അവനെ വഴക്ക് പറഞ്ഞു. സാരമില്ലെന്ന് വെച്ചു. പിന്നെ കളിക്കട്ടെ, അവൻ കളിക്കുന്ന ടൈമല്ലേ. അങ്ങനെ കളിച്ചുകൊണ്ടേയിരുന്നു. മണൽ തോനെയും വാരി കൂട്ടി നിറച്ച് വരുന്നുണ്ട്. എന്നിട്ടും അവൻ്റെ അച്ഛൻ്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. പിന്നെയും വാരി 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 ഇടാൻ തുടങ്ങി. ഞാനും വിചാരിച്ച് ഇവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കാമെന്ന്. അങ്ങനെ താണ്ടെ അതിന് പറ്റിയ മോനും അതിന് പറ്റിയ അച്ഛനും. അങ്ങനെ താണ്ടെ അച്ഛൻ JCB കണക്ക് കോരി വാരി ഇടുന്ന മണൽ പോലെ അവൻ വാരിയിട്ടു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവരെ കളികളൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്കും താണ്ടെ കളിപ്പാട്ടത്തിൻ്റെ അടുത്തോട്ട് ഓട്ടം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ജാങ്കോ പെട്ടു എന്ന് പറഞ്ഞ കണക്ക് താണ്ടെ അവസ്ഥയായി. അങ്ങനെ അവൻ അവിടെ നിന്നൊരു JCB വലിച്ചു പിച്ചി എടുത്തു കേട്ടോ. കടക്കാരൻ കൊടുക്കണ്ട, അവൻ തന്നെ എടുത്തു. അങ്ങനെ പിന്നെ 150 രൂപയും പൊട്ടിച്ചു. അങ്ങനെ ചേട്ടന് സമാധാനമായി, എനിക്ക് സമാധാനമായി. 150 രൂപ പൊട്ടിച്ചതിൻ്റെ സാരമില്ല, കൊച്ചല്ലേ. അങ്ങനെ പിന്നെ അതൊക്കെ മേടിച്ച് താണ്ട് അപ്പം തന്നെ അവന് പൊട്ടിച്ചു കൊടുക്കണം. അങ്ങനെ പിന്നെ ചേട്ടൻ അതൊക്കെ പൊട്ടിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ബൈക്കിൽ കയറി കൊല്ലം ബീച്ച് വിട്ടു. അങ്ങനെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് പോവുകയാണ് ഗൈസ്. താണ്ടെ JCB ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്, ആർക്കും കൊടുക്കാതെ. അങ്ങനെ പിന്നെ നമ്മൾ ചിന്നക്കടയിലോട്ട് വന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. ചിന്നക്കട ബസ് സ്റ്റാൻഡ് അടുത്തൊരു നമുക്ക് നല്ല ഫുഡാണെന്ന് തോന്നി. അങ്ങനെ കാക്കയുടെ കടയിലായിരുന്നു നമ്മൾ വന്നപ്പോഴത്തേക്കും കട അടച്ചിരിക്കുന്നു. അങ്ങനെ ഫുഡൊക്കെ വന്നു കേട്ടോ. ഞാൻ ബീഫ് കൊത്തു പൊറോട്ടയും ചേട്ടൻ ബീഫ് കൊത്തു പൊറോട്ടയും ഞാൻ ചിക്കൻ കൊത്തു പൊറോട്ടയായിരുന്നു മേടിച്ചത് കേട്ടോ. അങ്ങനെ പിന്നെ അതിൻ്റെ മുണ്ടയിൽ നമ്മുടെ ഇറച്ചിയുടെ ഗ്രേവിയല്ല, മീൻസ് വറുത്തതിൻ്റെ പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടു. അങ്ങനെ ചേട്ടൻ താണ്ടെ ബീഫ് കൊത്തു പൊറോട്ട കഴിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാനും കഴിക്കാൻ തുടങ്ങി. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചു കൊണ്ടിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. ചൂടോടെ കഴിക്കാൻ തുടങ്ങി. ചൂടോടെ കഴിച്ചു. എനിക്ക് വലിയതൊന്നും തോന്നിയില്ല കേട്ടോ കൊത്തു പൊറോട്ട. എന്തായാലും മേടിച്ചതില്ലേ, പൈസ കൊടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ കഴിച്ചു. പക്ഷേ ഫുഡ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പോരായിരുന്നു കേട്ടോ. എന്തോ ഒരു മാതിരിയായിരുന്നു, ഒരു പന്തികേട് മാതിരി ഫുഡിന്. അങ്ങനെ പിന്നെ അതൊക്കെ എങ്ങനെയും ഫുഡ് പൈസ കൊടുത്ത് മേടിച്ചല്ലേ, കഴിക്കാമെന്ന് പറഞ്ഞു. വേണ്ടെന്നൊക്കെ പറഞ്ഞ് കഴിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ചേട്ടനോട് പറയുകയും ചെയ്തു എനിക്ക് വലിയ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഫുഡ് പകുതി വന്നത് നമ്മൾ പാഴ്സൽ ചെയ്തു.
അങ്ങനെ പിന്നെ നമ്മളവിടെ നിന്ന് തിരിച്ചു വന്നു. അങ്ങനെ വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നോക്കും. ബൈ ബൈ.